കാലത്ത് വളരെയധികം ജെന്യൂനായിട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരും കുറവാണ്. നമ്മളായിട്ട് ഇഷ്ടപ്പെട്ട് നമ്മളായിട്ട് ആക്സെപ്റ്റ് ചെയ്ത് നമ്മൾ എന്താണോ അംഗീകരിച്ച് പോലെ നമ്മൾ ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് സത്യം പറയാം ഇന്നത്തെ കാലത്ത് അങ്ങനത്തെ ആൾക്കാർ വളരെ കുറവാണ്. ഉണ്ട്, പക്ഷെ കുറവാണ്. അതായത് നമ്മുടെ അമ്മയെ പോലെ വീട്ടിൽ ആൾക്കാർ പറ്റില്ലെങ്കിൽ നമ്മുടെ അമ്മ നമ്മൾ എത്ര തെറ്റ് ചെയ്താൽ എത്ര നമ്മൾ വിഷമമായി കുറച്ചെടുത്താൽ ദേഷ്യം വരുമ്പോഴാക്കിയാലൊക്കെ അമ്മ നമ്മളൊരു സോറി പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ അത് ക്ഷമിക്കും. നമ്മൾ പിന്നീട് ഒരിക്കലും നമ്മൾ ഇട്ട് പോകും ആ ഒരു ഇൻസിഡന്റ് പറഞ്ഞാൽ എത്ര നമ്മൾ നമ്മുടെ ഇമോഷൻസ് കാണിച്ചത്. പക്ഷെ അതുപോലെ തന്നെ നമ്മുടെ ഇമോഷൻസ് എല്ലാം നമ്മൾ കാണിച്ചിട്ടും നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർ വളരെ കുറവായിരിക്കും. പലപ്പോഴും പല ആൾക്കാരോട് ദേഷ്യപ്പെട്ടല്ലെങ്കിൽ നമ്മൾ ഇതാക്കിയൊക്കെ പറഞ്ഞ് പോകുന്ന ആൾക്കാരായിരിക്കും. അങ്ങനത്തെ ആൾക്കാരുടെ ഇത് നമ്മളുടെ കംപ്ലീറ്റ് ഇമോഷൻസ് കാണിച്ച് നമ്മൾ ഫുള്ളായിട്ട് നമ്മൾ ആക്സെപ്റ്റ് ചെയ്ത് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ആദ്യം ചെയ്യണം. അതുപോലെ നമ്മുടെ സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ അറിഞ്ഞിട്ട് അതനുസരിച്ച് നമ്മളെ കുറച്ചൊക്കെ ഹാപ്പി ആക്കാനായിട്ട് ചെയ്യുന്ന ആൾക്കാരെ കിട്ടാനായിട്ട് നമ്മൾ അതൊരു ഇതാണോ അത് കിട്ടിക്കഴിഞ്ഞാൽ ലൈഫ് സെറ്റ് നമുക്ക് ഒന്നും പേടിക്കണം. കാരണം നമുക്ക് നമ്മളെ നിൽക്കാം, പക്ഷെ നമുക്ക് അറിയാം ദേഷ്യം കുറച്ചെടുക്കാം. ടോക്സിക്കാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ എന്നാലും നമുക്ക് നമ്മുടെ ഇമോഷൻസ് പുറത്ത് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു വ്യക്തി അതൊരു ഭാഗ്യം തന്നെ. ലൈഫ് എന്ന് വെച്ചാൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ അവരെ സന്തോഷിപ്പിക്കുക. എപ്പോഴും നമുക്ക് സന്തോഷിപ്പിക്കാൻ പറ്റണമെന്നില്ല, പക്ഷെ എന്നാലും പറ്റുമെങ്കിൽ നമ്മൾ സന്തോഷിപ്പിക്കുക. അതിൽ എന്ത് നഷ്ടമാണ് ഉള്ളത്? അവർ ഹാപ്പി ആണെന്നുണ്ടെങ്കിൽ അതിൽ നമ്മുടെ സന്തോഷം നമ്മൾ ഇഷ്ടപ്പെടുന്നത് നമ്മൾ ഹാപ്പിയാണ്. അതായിരിക്കണം, അത് നമ്മുടെ സന്തോഷത്തിന്റെ ഭാഗമായിരിക്കണം. നമ്മൾ നമ്മളെ ഹാപ്പിയാക്കുക, നമ്മൾ ഇഷ്ടപ്പെടുന്നവരെ ഹാപ്പിയാക്കുക.